ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലൊരു വണ്ടി കഴിഞ്ഞ ദിവസം ഇൻസ്പെക്ട് ചെയ്യാനിടയായി. ആ വണ്ടി നോക്കാൻ ചെന്നു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫ്രണ്ട് 2 എപ്രോൺ റീപ്ലേസ് കട്ട് ചെയ്ത് പേസിങ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വണ്ടിക്കകത്ത് വലിയൊരു ദ്വാരമുണ്ട് എൻജിൻ റൂമിനകത്തിൽ. കൂട്ടത്തിൽ ഇൻറ്റീരിയർ ചെക്ക് ചെയ്ത സമയത്ത് ഫ്ലഡിൻ്റെ എല്ലാ സിംറ്റംസും വണ്ടിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻജിൻ സൈഡ് നോക്കിയപ്പോഴത്തേക്കിനും LPG ഫിറ്റ് ചെയ്തതിൻ്റെ ട്രേസസ്, മീൻസ് LPG ഔട്ട്സൈഡ് LPG കയറ്റിയതിൻ്റെ ക്ലാമ്പ് കാര്യങ്ങളെല്ലാം തന്നെ ഈ വണ്ടിയിലുണ്ട്. അയർലൻഡിൽ നിന്നുള്ളൊരു കസ്റ്റമറാണ് നമ്മൾ ഇത് ബുക്ക് ചെയ്തത് ഈ വണ്ടി നോക്കാൻ വേണ്ടിയിട്ട്. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു വണ്ടിക്കകത്ത് പെട്രോളില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ചേട്ടാ പെട്രോൾ വാങ്ങാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ എനിക്ക് കുറച്ച് ധൃതിയാണ്, പെട്രോൾ വാങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ വണ്ടി ഓടിച്ച് നോക്കിയിട്ടേ നമുക്ക് ബാക്കി ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ല ഓടിച്ചൊന്നും നോക്കേണ്ട, വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്, ഓടിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പുള്ളി ആകെ ഒരു വെപ്രാളത്തിലായ അവസ്ഥയുണ്ട്. നമ്മൾ ചെല്ലുകയും ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്തു. ഇതിപ്പോൾ ഏതായാലും കസ്റ്റമറോട് പറയും. നമ്മൾ പറയത്തില്ല കോംബോ പാക്ക് എന്ന് പറയുന്ന പോലെ ഒരു സെറ്റപ്പിലാണ് ഇത് കിട്ടിയത്. എല്ലാ പ്രശ്നങ്ങളും ചേർന്ന് വന്നിട്ട്, സാധാരണ നമുക്ക് ഫ്ലഡ് മാത്രമായിട്ട് കിട്ടും, ഫ്രണ്ടൽ അല്ല മേജർ ആക്സിഡൻറ്റ് മാത്രമായിട്ട് കിട്ടും, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എക്സ്ട്രാ ഫിറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുള്ള ഡാമേജ് മാത്രമായിട്ട് കിട്ടും, ബോഡി ഡാമേജ് മീൻസ് തുരുമ്പ് വന്നിട്ട് ഹോള് വരുന്നത് മാത്രമായിട്ട്, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഫുൾ പാക്കിലുള്ള ഒരു വണ്ടി. അപ്പോൾ ആളെത്ര ഇത് ചെയ്തിട്ടും പെട്രോൾ മേടിച്ച് ഒഴിക്കാനോ സ്റ്റാർട്ട് ചെയ്യാനോ വില്ലിങ് അല്ല. അപ്പോൾ ഞാൻ നോക്കാവുന്ന രീതിയിൽ നോക്കി ഈ കസ്റ്റമറെ ഞാൻ വിളിച്ച് ഇൻഫോം ചെയ്തു, നമ്മളെ ബുക്ക് ചെയ്ത കസ്റ്റമറെ വിളിച്ച് ഇൻഫോം ചെയ്തു. അവർ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിട്ടേക്കാം.